ഹലോ. എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മളുടെ പുതിയ ഡാഗാണ് ചെറുതാണ്. ഏകദേശം 45 ദിവസത്തെ പ്രായമേ ഉള്ളൂ. പക്ഷേ ഇത്തിരി അഗ്രസീവാണ് ആൾ. നല്ല ഷാർപ്പായിട്ട് കടിക്കും അവൻ. പല്ലൊക്കെ ഉണ്ട്, ടീത്തൊക്കെ കുറച്ച് ഷാർപ്പുള്ളതാണ്. നോക്കാം. ഇപ്പോഴവൻ സകലം മൂഡ് ഔട്ടിലാണ്. ഭയങ്കരமாக കടിക്കും. പുതിയതാണ് കൊണ്ടുവന്നതാണ് ഇവനെ. 45 ദിവസം പ്രായമുണ്ട് ഇവന്. ഏകദേശം 1 മാസം കൊണ്ട് ആയപ്പെടുത്തുന്നതാണ് നമ്മൾ. അതിനുശേഷം ഇവിടെ അവന് ചായ അതുപോലെ കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത്. കുഴപ്പമില്ല. ആൾ ഇന്നാണ് ആദ്യമായിട്ട് പൊരിച്ചത്. ആരും കൊടുക്കും മക്കളെ. ഹലോ Raki. Come. Here, come. ഫസ്റ്റ് ആദ്യമൊക്കെ വീട്ടിനകത്ത് മൂത്രമൊഴിക്കുമായിരുന്നേ. മൂത്രമൊഴിക്കുകയും മോഷണമൊക്കെ വീട്ടിനകത്തായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു ദിവസം നമ്മൾ അടി കൊടുത്ത് അവനെ ചെറിയ ഈർക്കിലെടുത്ത് അടി കൊടുത്ത് അതിനുശേഷം ഇപ്പോൾ കുഴപ്പമില്ല. മൂത്രമൊഴിക്കാനും ഇതിനൊക്കെ അവൻ വെളിയിൽ പോകും. പിന്നെ തുണിയൊക്കെ കടിയുണ്ട്. കടിക്കണമെന്ന് പറഞ്ഞാൽ നല്ല ഇത്തിരി ഭയങ്കര ഷാർപ്പാണ് അവൻ്റെ പല്ല്. മറ്റൊക്കെ ചെറിയ പട്ടികളൊക്കെ ഞാൻ വളർത്തിയിട്ടുണ്ട്, പക്ഷേ ഇത്ര ഷാർപ്പില്ല പല്ല്. ഇത് കുത്തി ഭയങ്കര ഷാർപ്പ്. സൂചി കുത്തുമ്പോൾ നല്ല വേദനയായിരിക്കും. പക്ഷെ അവനിപ്പോൾ കളിയുടെ ഇതെല്ലാം ചാപ്പാടിൻ്റെ ഇതാണ് അവന്. ചാപ്പാട് അവന് മെയിൻ തന്നെ പ്രധാനം. പിന്നെ നമ്മൾ കിഴങ്ങ് കൊടുക്കും, കിഴങ്ങ് കഴിക്കും. മീനും ചോറും കൊടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ ഒരിക്കൽ ചായ കൊടുക്കും അവന്. കുഴപ്പമില്ല. ഇപ്പോഴും ആകാൻ ഇപ്പം തന്നെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ ചോറ് കൊടുക്കാൻ തുടങ്ങിയത്. ചോറ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിക്കും കുറേശ്ശെ കഴിക്കും. ശരി, ഇവന് ഇപ്പോഴും വന്നതേ ഉള്ളൂ. നമുക്ക് വേറൊരു വലിയ ഇത് ഡാഗുണ്ട്. നേരത്തെ നമ്മളെ യൂട്യൂബിലുണ്ട് അവൻ്റെ ഇത്. അവൻ കുറച്ച് അനുസരണയൊക്കെ ഉണ്ട്. കുളിക്കാൻ വിളിച്ചാൽ വരും. നമ്മൾ അതായത് ബേസിക് ട്രെയിനിങ് ഒക്കെ അവനറിയാം. സിറ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കും. ഇതിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. പിന്നെ ഇന്നലെ ഇവനെ ഞങ്ങൾ മറ്റേ വേമ്പും മഞ്ഞൾപ്പൊടി പിന്നെ വേപ്പെണ്ണ ഇതെല്ലാം ചേർത്തിട്ട് കുഴച്ച് യവനെയും മറ്റേ ആദ്യമുള്ള ഡാഗിനെയും വലിയ ഡിനോയെയും രണ്ടുപേരും ചേർത്തിട്ട് ഞങ്ങൾ ഇതെല്ലാം തേച്ച് ഒന്ന് കുളിപ്പിച്ചിട്ട്, കാരണം ഈ ദേഹത്തുള്ള ചെള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇത് ചെറിയ പുണ്ണൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറും. അത് നല്ല മരുന്നാണ്. അതുകൊണ്ട് അത് ചെയ്തിട്ടിരിക്കുക. ഇവൻ്റെ ഫ്യൂച്ചർ അപ്ഡേറ്റുകൾ ഞങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യും. നല്ല ഭയങ്കരമായി കടിക്കും. നല്ല ഫ്ലേബിൾ ഡാഗാണ് ഇത്. നിങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നത് വേറെ ഒരു ഡാഗും അല്ല. നമ്മളുടെ സാധാ സ്ട്രീറ്റ് ഡാഗാണ് ഇവൻ. നമ്മളെ നാട്ടിലുള്ള ഡാഗാണ്. വേറെ ഇവന് അങ്ങനെ വേറെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഭയങ്കരമായിട്ട് നല്ല അഗ്രസീവാണ് ഡാഗ്. പക്ഷേ കാരണം ഞാൻ ഇത്തിരി ചെറിയ ഡാഗുകളൊക്കെ എടുത്ത് വളർത്തിയിട്ടുണ്ട്. പക്ഷേ ഇവ ഇത്തിരി അഗ്രസീവാണ്. കാരണം അവന് ബൈറ്റിംഗ് പവർ അധികമായിട്ടുണ്ട്. അവൻ്റെ ബോണ് ഒക്കെ കുറച്ച് സ്ട്രോങ് ആയ ബോണുകളാണ്. ഞാൻ ആദ്യം ലീവിനിപ്പോൾ വന്ന ഉടനെ ഞാൻ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി ഇവൻ്റെ, അതായത് ഫ്രണ്ട് നമ്മൾ പട്ടിക്കുട്ടികളെ കാണുമ്പോഴറിയാം നമ്മുടെ ബോണ് എന്തുമാത്രം സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത്. അതാണ് ഇവരുടെ ഇതിനെ ബൈറ്റിംഗ് പവറിനെ നിർണ്ണയിക്കുന്നത്. പിന്നെ ഫീച്ചർ അപ്ഡേറ്റുകൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.